വന്ദേമാതരത്തെ അപമാനിക്കുന്നത് തടയാനുള്ള ബില്ല് ലോക്സഭ പാസാക്കി. ദേശീയ ബഹുമതിയെ അപമാനിക്കുന്നത് തടയൽ ഭേദഗതി ബിൽ 2026 കഴിഞ്ഞ വർഷം രാജ്യസഭ പാസാക്കിയിരുന്നു. അതേസമയം പൊതുപരീക്ഷാ ഭേദഗതി ബില്ല് രാജ്യസഭ ഇന്ന് ചർച്ച ചെയ്തു. പേപ്പർ ചോർച്ച തടയുന്നതിനുള്ള ബില്ല് യഥാർത്ഥ പ്രശ്നങ്ങൾ പരിഹരിക്കില്ലെന്ന് രാജ്യസഭയിലെ പ്രതിപക്ഷ നേതാവ് മല്ലികാർജുൻ ഖാർഗെ ആരോപിച്ചു. മല്ലികാർജുൻ ഖാർഗെ ചില പാഠപുസ്തകങ്ങളിൽ നിന്നുള്ള ഭാഗങ്ങൾ ചർച്ചയ്ക്കിടെ പരാമർശിച്ചത് ബഹളത്തിനിടയാക്കി. ആധികാരികത ഉറപ്പാക്കാത്ത കാര്യങ്ങളാണ് ഉദ്ധരിക്കുന്നതെന്ന് കേന്ദ്രമന്ത്രി JP നദ്ദ ആരോപിച്ചു. പ്രതിപക്ഷ ബഹളത്തെ തുടർന്ന് ഇന്നും ഇരു സഭകളും തടസ്സപ്പെട്ടു. മനു ഭരത് വിവരങ്ങളുമായി ചേരും. മനു, ഇന്ന് സഭകളിൽ എന്താണ് സംഭവിച്ചത്? രഞ്ജിത്ത്, ഏറ്റവും സുപ്രധാനമായ കാര്യം വന്ദേ മാതരത്തെ അപമാനിക്കുന്നത് ഇനി ശിക്ഷാർഹമാകും. ഇത് സംബന്ധിച്ച ബില്ലാണ് ഇന്ന് പാസ്സായിരിക്കുന്നത്. കഴിഞ്ഞ ദിവസം ഇത് രാജ്യസഭ പാസ്സാക്കിയിരുന്നു. ഇന്ന് ലോക്സഭ കൂടി ഈ ബില്ല് പാസ്സാകുന്നതോടുകൂടി അത് ഒരു നിയമമായി മാറുകയാണ്. 1971 നാഷണൽ ഓണർ ആക്റ്റാണ് ഇതോടുകൂടി ഭേദഗതി ചെയ്യപ്പെടുന്നത്. വന്ദേ മാതരത്തിന് ഇനി ദേശീയ ഗാനമെന്ന നിലയിൽ വലിയ പരിഗണന ലഭിക്കും. ഏതെങ്കിലും തരത്തിൽ അപകീർത്തിപ്പെടുത്തുന്നത് ശിക്ഷാർഹമായ നടപടിയായി മാറുകയും ചെയ്യും. അതേസമയം രഞ്ജിത്ത് ചോദിച്ചതുപോലെ ഇന്നും പാർലമെൻറ്റിൽ പ്രതിപക്ഷ ബഹളം എല്ലാ ഘട്ടത്തിലും ദൃശ്യമായിരുന്നു. തുടക്കത്തിൽ തന്നെ ഈ അയോധ്യ സംഭാവന തട്ടിപ്പുമായി ബന്ധപ്പെട്ട വിഷയം പാർലമെൻറ്റ് കെട്ടിടത്തിന് പുറത്ത് മകരദ്വാറിൽ അതൊരു പ്രതിഷേധമായി പ്രതിപക്ഷം അവിടെ ആരംഭിച്ചു. പിന്നീട് പാർലമെൻറ്റിന് അകത്ത് ഇരു സഭകളിലും പ്രതിപക്ഷം ഈ നീറ്റ് ചോദ്യപേപ്പർ ചോർച്ചയ്ക്കെതിരെ പ്രതിഷേധിച്ച വിദ്യാർത്ഥികൾക്ക് നേരെ നടന്ന ആക്രമണത്തെ, പോലീസ് അതിക്രമത്തെ ഒക്കെ ഉയർത്തിക്കൊണ്ടുവന്നു. പ്രത്യേകിച്ച് രാജ്യസഭയിൽ ഇത് സംബന്ധിച്ച് അമിത്ഷാ മറുപടി പറയാത്തത് പ്രതിപക്ഷം വലിയ തോതിൽ ചോദ്യമായി ഉയർത്തി. പിന്നീട് വാക്കൗട്ട് നടത്തുന്ന സാഹചര്യം വരെ ഉണ്ടാവുകയും ചെയ്തു. ഏതായാലും കഴിഞ്ഞ ദിവസം ലോക്സഭ പാസാക്കിയ ഈ പുതിയ പൊതുപരീക്ഷാ ഭേദഗതി ബില്ല് ഇന്ന് രാജ്യസഭ ചർച്ചയ്ക്കെടുത്തു. മല്ലികാർജുൻ ഖാർഗെ ഈ വിഷയത്തിൽ സംസാരിച്ചുകൊണ്ട് പ്രതിപക്ഷത്തിൻ്റെ നേതാവ് എന്ന നിലയിൽ രൂക്ഷമായ ഭാഷയിലാണ് സർക്കാരിനെ വിമർശിച്ചത്. ഇത്തരമൊരു ബില്ല് അതിലെ അക്കങ്ങളിൽ ചില മാറ്റങ്ങൾ, അതായത് തടവ് ശിക്ഷയുടെ കാലാവധി, അതുപോലെ പിഴത്തുക, ഇങ്ങനെ ഇതിലുള്ള അക്കങ്ങളിലുള്ള ചില മാറ്റങ്ങൾ മാത്രമേ ഉള്ളൂ. ഇത് തടയാനുള്ള യാതൊരു നടപടിയും ഇതിലില്ല. അതുപോലെ തന്നെ ദേശീയ ഏജൻസി, പരീക്ഷ നടത്തുന്ന ദേശീയ ഏജൻസിയിൽ കാര്യമായ മാറ്റമില്ല. വീണ്ടും നമുക്കിത് ചർച്ച ചെയ്യേണ്ട സാഹചര്യമുണ്ടാകും. അങ്ങനെ പാഠ്യക്രമങ്ങളിലേക്ക് ഒക്കെ ചൂണ്ടിക്കാണിച്ചുകൊണ്ട്, പാഠ്യക്രമങ്ങളിലെ പോരായ്മകളൊക്കെ ചൂണ്ടിക്കാണിച്ചുകൊണ്ടാണ് ഖർഗെയുടെ പ്രസംഗമുണ്ടായത്. ഏതായാലും പാഠപുസ്തകങ്ങളിലെ ഭാഗങ്ങൾ ഉദ്ധരിച്ചത് പ്രതിപക്ഷത്തിൻ്റെ നിലപാടിനെ ഇന്ന് ചോദ്യം ചെയ്തുകൊണ്ട് ഭരണപക്ഷം അത് പ്രതിഷേധമുയർത്തിയതും സഭ സ്തംഭനത്തിന് ഇടയാക്കി. ശരി, മനു ഭരതാണ് വിവരങ്ങൾ പങ്കുവച്ചത്. കൂടുതൽ വാർത്തകൾക്ക് News 18 കേരളം യൂട്യൂബ് ചാനൽ സബ്സ്ക്രൈബ് ചെയ്യുക.